നമസ്കാരം. ഇന്നത്തെ പ്രധാന അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷാമബത്ത കുടിശ്ശിക. കൃഷി വകുപ്പ് ജീവനക്കാർക്ക് വന്നത് ലക്ഷങ്ങളുടെ നഷ്ടം. ക്ഷാമബത്ത കുടിശ്ശിക 18% ഉയർന്നതോടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണെന്ന് കണക്കുകൾ. സംസ്ഥാനത്തെ കൃഷി വകുപ്പിലെ 9083 ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശിക മൂലം വർഷം 49,680 രൂപ മുതൽ 2,67,192 രൂപ വരെയാണ് നഷ്ടം സംഭവിക്കുന്നത്. മറ്റൊരറിയിപ്പ് KSRTC ജീവനക്കാർക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. സ്ഥിരം ജീവനക്കാർ അപകടത്തിൽ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് 1 കോടി രൂപ ലഭിക്കും. SBIയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ജീവനക്കാർ പ്രീമിയം നൽകേണ്ടതില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഷുറൻസിന്റെ ആനുകൂല്യം 22,095 സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കും. അടുത്ത മാസം 4 മുതൽ പദ്ധതി പ്രാബല്യത്തിലാകും. ജീവനക്കാരുടെ അക്കൗണ്ടുകളും സ്ഥാപനത്തിന്റെ പണമിടപാടുകളും മാസം 80 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നതിന്റെയും പ്രതിഫലമായി SBI നൽകുന്നതാണ് ഇൻഷുറൻസ് പരിരക്ഷയെന്ന് മന്ത്രി അറിയിച്ചു. പ്രീമിയത്തിന് KSRTCയോ ജീവനക്കാരോ പണം നൽകേണ്ടതില്ല. അപകടത്തിൽ അംഗഭംഗം സംഭവിച്ചാൽ 1 കോടി രൂപ ലഭിക്കും. ഭാഗിക അംഗവൈകല്യത്തിന് 80 ലക്ഷം രൂപ അനുവദിക്കും. 25,000 മുതൽ 50,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വരെ ലഭിക്കും. പ്രീമിയം അടക്കുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യവും കൂട്ടിച്ചേർക്കാം. 1,995 രൂപക്ക് ജീവനക്കാരനും പങ്കാളിക്കും 2 കുട്ടികൾക്കും 2 മുതൽ 15 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കും. 2,495 രൂപ നൽകുന്നവർക്ക് 30 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ലഭിക്കും. സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ജീവനക്കാർക്കുള്ള സമ്മാനമാണിതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 250 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 9,025 രൂപയായാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. പവന് 2,000 രൂപ ഉയർന്നു. 72,200 രൂപയായാണ് പവന്റെ വില വർദ്ധിച്ചത്. മറ്റൊരറിയിപ്പ്. 2025 മെയ് 14 മുതൽ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 20 ആയിരിക്കും. മറ്റൊരറിയിപ്പ്. മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണവും ഉണ്ടായിരിക്കും. ശമ്പളവും പെൻഷനും മെയ് മാസം വിതരണം ചെയ്യാൻ ഏപ്രിൽ 29-ന് 2,000 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു. ഇത് തികയാതെ വന്നതോടെ വീണ്ടും ഇന്ന് 1,000 കോടി രൂപ കൂടി കടമെടുക്കുകയാണ്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി ഇന്ന് നടന്നു. മെയ് മാസം ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ തുകയായ 3,200 രൂപയായിരിക്കും എത്തിച്ചേരുക. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.